ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കിയാലോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ചിയ പുഡിംഗ് ആണ്. അതിനായിട്ട് ഒരു ബൗളിൽ ആവശ്യത്തിനുള്ള ചിയ സീഡ് എടുക്കണം, ഏകദേശം ഒരു 3 ടീസ്പൂൺ. എന്നിട്ട് അത് പാലിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. ഏത് പാൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽമ പാലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ശേഷം നമുക്ക് ആവശ്യമുള്ള നാണിപ്പൂവൻ പഴം ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പാലിൽ ക്രഷ് ചെയ്തെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, അത് നല്ല ലൂസും ആവരുത് എന്നാൽ നല്ല തിക്കും ആവരുത്, രണ്ടിൻ്റെ ഇടയിലായിരിക്കണം നമ്മുടെ ഈ അടിച്ചെടുക്കുന്ന ജ്യൂസ്. ശേഷം നമ്മൾ അത് ഒരു ജാർ ഗ്ലാസ് എടുത്തിട്ട് അതിൽ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ലെയറായിട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ച ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ മുമ്പ് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച ചിയ സീഡാണ് നമ്മൾ ലെയറായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ശേഷം നമ്മൾ നിലക്കടല തൊലിയൊക്കെ കളഞ്ഞിട്ട് നിലക്കടലയാണ് അടുത്ത ലെയറായിട്ട് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഓരോ ലെയറായി ശേഷം വീണ്ടും ജ്യൂസ് ഒഴിക്കുക, വീണ്ടും ചിയ സീഡ് ഒഴിക്കുക, വീണ്ടും നിലക്കടല. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് വേഗം ഫ്രിഡ്ജിൽ കയറ്റാം. നന്നായിട്ട് ഫ്രീസായി കിട്ടണം. ഞാൻ ഏകദേശം ഒരു 1 hour ഇത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചത്. ഫ്രീസ് ആയതിനു ശേഷം ഞാനിതാ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഫുഡാണ്. അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. എൻ്റെയും ഫസ്റ്റ് ട്രൈ ആണിത്. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.